ആമേൻ. അവിടെ പൗലോസ് പറയുന്ന ഒരു പ്രത്യേക പദമുണ്ട്. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ എന്ത് ചെയ്യണം? തികഞ്ഞവനായി നിർത്തുവാനായി ഇടയാകണം. അപ്പൊ ഏത് മനുഷ്യനും ദൈവം ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിൽ നമ്മൾ എന്ത് ചെയ്യണം? തികഞ്ഞവരായിരിക്കണം. അല്ലേലൂയ. ക്രിസ്തുവിൽ തികയുക എന്ന് പറയുന്നതിന് ഒത്തിരി വശങ്ങളുണ്ട്. എന്നാൽ അതിന്റെ ആദ്യ പടി എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ അതിന്റെ നമ്മുടെ ഭാഗം എന്നുള്ള നിലയിൽ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ വേഗം നിർത്തുവാനായിട്ട് ആഗ്രഹിക്കണം. ഒരുവൻ ക്രിസ്തുവിൽ തികഞ്ഞവനാകണമെങ്കിൽ, അല്ലേലൂയ, നമുക്കറിയാം, നമ്മളെല്ലാവരും കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുകയും നല്ല ക്രിസ്തീയ ജീവിതം നയിക്കുകയും ഒക്കെ ചെയ്യുന്നവരും ദൈവത്തിന് പ്രയോജനമുള്ളവരായി ഈ നാളുകളിൽ ഉപയോഗിക്കപ്പെടുന്നവരുമാണ്. അപ്പോൾ തന്നെ നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ പലവിധമായ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. അപ്പോൾ ആ സന്ദർഭങ്ങളിലൊക്കെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകളും താഴ്ചകളും പ്രയാസങ്ങളും ഒക്കെ നമുക്ക് കടന്നു വരുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ അതൊരു എക്സ്ക്യൂസ് ആയിട്ട് ഒരിക്കലും ദൈവം എന്ത് ചെയ്യുന്നില്ല, അംഗീകരിക്കുന്നില്ല. ദൈവം അത് ഒരിക്കലും ഒരു എക്സ്ക്യൂസ് ആയിട്ട് അതിനെ അംഗീകരിക്കുന്നില്ല. മറിച്ച് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, അല്ലേലൂയ, ക്രിസ്തുവിൽ നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? തികഞ്ഞവരായിരിക്കണം. അല്ലേലൂയ. മറ്റൊരു ഭാഗത്ത് നമ്മൾ വായിക്കുന്നത്, നമ്മൾ ക്രിസ്തു എന്ന തലയോളം എന്ത് ചെയ്യണം? വളരുവാനായിട്ട് ഇടയായി തീരണം എന്ന് പറഞ്ഞാൽ, അല്ലേലൂയ, നമ്മുടെ ജീവിതത്തിന്റെ ചെയ്തികളും നമ്മുടെ ജീവിതവും, അല്ലേലൂയ, യഥാവിധി എല്ലായ്പ്പോഴും ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നതായിരിക്കണം. ദൈവത്തെ വെളിപ്പെടുത്തുന്നതായിരിക്കണം നമ്മുടെ ജീവിതമെന്നാണ് ദൈവം എന്ത് ചെയ്യുന്നത്? നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അല്ലേലൂയ. ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ്, അല്ലേലൂയ, എന്നെ ഒരുവൻ കണ്ടാൽ, അല്ലേലൂയ, അവൻ എന്നിൽ കാണേണ്ടത് ആരെയാണ്? ദൈവത്തെ കാണണം, ദൈവ സ്നേഹത്തെ കാണണം. അല്ലേലൂയ. എന്റെ ജീവിതത്തിലൂടെ അവൻ എന്ത് ചെയ്യണം? ഈ ദൈവത്തെ കാണുവാനും ഈ ദൈവത്തിന്റെ സ്നേഹവും ഈ ദൈവത്തിന്റെ സ്വഭാവ സവിശേഷതകളും എന്ത് ചെയ്യണം? തിരിച്ചറിയുവാനായിട്ട് ഇടയായി തീരണം. അല്ലേലൂയ. അപ്പോൾ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഒരുവൻ ക്രിസ്തുവിൽ തികഞ്ഞവനായി മാറുന്നു. അല്ലേലൂയ. ക്രിസ്തുവിൽ തികഞ്ഞവനായി മാറും. അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് ഇരിക്കുവാനായിട്ട് ആഗ്രഹിക്കും. അപ്പോൾ ഏതെല്ലാം കാര്യങ്ങളിൽ നാം തികഞ്ഞവരാകണമെന്ന് വേഗത്തിൽ ചിന്തിച്ച് നമുക്ക് ഇരിക്കുവാനായിട്ട് ഇരിക്കാം. അതിനുവേണ്ടി നമുക്ക് വായിക്കാം യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം വായിക്കുന്നുണ്ട്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. ഹല്ലേലൂയ. അവിടെ യാക്കോബ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യം, ഹല്ലേലൂയ, നിങ്ങൾ ഒന്നിനും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി എന്ത് ചെയ്യണം? നമ്മിലുണ്ടാകണം. ഹല്ലേലൂയ. സ്ഥിരതയ്ക്ക് തികഞ്ഞ സൽപ്രവൃത്തി എന്നാണ് അതിന് ശരിയായിട്ടുള്ളത്. ഹല്ലേലൂയ. സ്ഥിരതയ്ക്ക് തികഞ്ഞ സൽപ്രവൃത്തി എവിടെ ഉണ്ടാകണം? നമ്മില് ഉണ്ടാകുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അപ്പോൾ ഒന്ന്, ഹല്ലേലൂയ, ദൈവത്തെ ആരാധിക്കുകയും ദൈവനാമത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരായ നമ്മുടെ ജീവിതത്തിൽ ഒന്നാമതായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു, ഹല്ലേലൂയ, നാം എങ്ങനെയുള്ളവരായിരിക്കണം? സ്ഥിരതയുള്ളവരായിരിക്കണം. സ്ഥിരതയ്ക്ക് എങ്ങനെ ആ വചനം വായിക്കുന്നത്? അല്ലെങ്കിൽ കുറവില്ലാത്തവരും തികഞ്ഞവരും സമ്പൂർണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി എവിടെ ഉണ്ടാകണം? നമ്മിൽ ഉണ്ടാകുവാനായിട്ട് ഇടയായി തീരണം. ഹല്ലേലൂയ. അപ്പൊ ദൈവം എന്താണോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ദൈവം എന്താണോ നമ്മിൽ നിന്ന് ഇച്ഛിക്കുന്നത്, ഹല്ലേലൂയ, അതിന്റെ പൂർത്തീകരണം എവിടെ ഉണ്ടാകണം? നമ്മിൽ ഉണ്ടാകുവാനായിട്ട് ഇടയായി തീരണം. ഹല്ലേലൂയ. നമ്മളിൽ നല്ല പ്രവൃത്തികളെ ആരംഭിച്ചത്. ഹല്ലേലൂയ. അപ്പൊ ദൈവം നമ്മിൽ ആരംഭിച്ചിരിക്കുന്നത് എന്താണ്? നല്ല പ്രവൃത്തികളാണ്. ഹല്ലേലൂയ. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ്? നല്ല പ്രവൃത്തി. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ, ഹല്ലേലൂയ, നമ്മൾ ഒറ്റവാക്കിൽ പറഞ്ഞാൽ സൽപ്രവൃത്തികൾ എല്ലായ്പ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? സ്ഥിരതയുള്ളവരായിരിക്കണം. നമ്മുടെ നല്ല പ്രവൃത്തികളിൽ നമ്മൾ എല്ലായ്പ്പോഴും
സ്ഥിരതയുള്ളവരായിരിക്കണം. അത് എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്നതല്ല, എപ്പോഴെങ്കിലും വരേണ്ടതല്ല. എല്ലായ്പ്പോഴും നമ്മുടെ ജീവിതത്തിൽ നല്ല പ്രവൃത്തികൾ ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരണം. അത് സ്ഥിരതയുള്ളതായിരിക്കണം. എപ്പോഴെങ്കിലും ഒരു ചാരിറ്റി ചെയ്യുന്നതും, എപ്പോഴെങ്കിലും ആർക്കെങ്കിലും ഒരു സഹായം ചെയ്യുന്നതും, എപ്പോഴെങ്കിലും നമുക്ക് തോന്നുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നതായിട്ടല്ല. അത് നമ്മുടെ സ്വഭാവത്തിന്റെ ഒരു ഭാഗമായി എന്ത് ചെയ്യണം? മാറുവാനായിട്ട് ഇടയായിത്തീരണം. മനസ്സിലാവുന്നുണ്ടോ? അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു രീതിയായിട്ട് എന്ത് ചെയ്യണം? മാറുവാനായിട്ട് ഇടയായിത്തീരണം. അല്ലാതെ എപ്പോഴെങ്കിലും എനിക്ക് തോന്നുമ്പോൾ ഞാൻ എന്ത് ചെയ്യും ചെയ്യുന്ന രീതിയായിട്ടല്ല. അതെന്റെ ഉത്തരവാദിത്വമാണ്. എന്നിൽ നല്ല പ്രവൃത്തികളെ ആരംഭിച്ച എന്റെ ദൈവം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും അതേ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിൽ തികഞ്ഞവനായി നിൽക്കണമെങ്കിൽ ഈ സ്വഭാവത്തിന്റെ ശ്രേഷ്ഠത എവിടെ ഉണ്ടാകണം? എന്നിൽ വെളിപ്പെടുവാനും അതെന്നിൽ നിലനിൽക്കുവാനും ഇടയായി തീരണം. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവം നമുക്ക് നമ്മിൽ ആരംഭിച്ച ആ നല്ല പ്രവൃത്തികൾ നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? സ്ഥിരതയുള്ളവരായി നിന്നുകൊണ്ട് സൽപ്രവൃത്തികളെ ചെയ്യുവാൻ വാഞ്ചിക്കുന്നവരും അതിനുവേണ്ടി അതിനുവേണ്ടി പ്രയത്നിക്കുന്നവരുമായിരിക്കണമെന്നാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ക്രിസ്തുവിൽ നമ്മൾ തികഞ്ഞവരായി നിൽക്കണമെങ്കിൽ ക്രിസ്തുവിന്റെ ആ സ്വഭാവത്തിന്റെ ശ്രേഷ്ഠത എല്ലായ്പ്പോഴും സൽപ്രവൃത്തികളെ ചെയ്യുന്നവരായി കർത്താവിന്റെ ഈ ലോകത്തിലെ ഈ ജീവിതത്തിൽ നമുക്കറിയാം, കർത്താവിന്റെ മുമ്പിൽ കടന്നു വന്ന ഒരു വ്യക്തി പോലും എന്ത് ചെയ്തിട്ടില്ല? നിരാശരായി മടങ്ങിപ്പോകേണ്ടതായിട്ട് വന്നിട്ടില്ല. അവന്റെ വാക്കുകൊണ്ടോ അവന്റെ പ്രവൃത്തി കൊണ്ടോ അവന്റെ ജീവിതം കൊണ്ടോ അവൻ ആരെയും എന്ത് ചെയ്തിട്ടില്ല? വേദനിപ്പിച്ചിട്ടില്ല. എല്ലായ്പ്പോഴും എല്ലാവരിലും നന്മയുണ്ടാകണം. എല്ലാവരുടെയും ജീവിതത്തിൽ വിടുതലുണ്ടാകണം. തന്റെ മുമ്പിൽ കടന്നു വരുന്നവരാരും നിരാശരായി പോകരുതെന്നുള്ള രീതിയിലാണ് ദൈവം എന്ത് ചെയ്തത്? കർത്താവ് ഈ ലോകത്തിൽ വാസം ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നത്. അതുകൊണ്ട് കർത്താവിന്റെ പ്രതിപുരുഷന്മാരായി അല്ലെങ്കിൽ അംബാസഡർമാരായി ഈ ലോകത്തിലായിരിക്കുന്ന നമ്മിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നത് അതേ സ്വഭാവവും അതേ രീതികളുമാണ് എന്ന് ഇന്ന് പോൽക്കാലം നാം മറന്നു പോകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പ്രതിനിധീകരിക്കുന്നത് ആരെയാ? ക്രിസ്തുവിനെ. നമ്മൾ ദൈവത്തെ എന്ത് ചെയ്യുന്നത്? പ്രതിനിധീകരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ കർത്താവിന്റെ ആ സ്വഭാവ സവിശേഷത എവിടെ ഉണ്ടാകണം? നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതുകൊണ്ടാണ് തിരുവചനം പറയുകയാണ് നമ്മൾ ഈ സൽപ്രവൃത്തികളിൽ എന്ത് ചെയ്യണം? സ്ഥിരതയുള്ളവരായിരിക്കണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതുപോലെ തന്നെ കേൾക്കുന്ന ദൈവജനമേ, അങ്ങനെയാണ് ദൈവസന്നിധി നമ്മൾ എന്ത് ചെയ്യുന്നത്? തികഞ്ഞവരായി എന്ത് ചെയ്യുന്നത്? നിലനിൽക്കുവാനായിട്ട് ഇടയായി. രണ്ടാമതായിട്ട് നമുക്ക് വായിക്കാം 1 തെസ്സലോനിക്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 1 തെസ്സലോനിക്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. ഇവിടെ പറയുകയാണ് നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർപ്പാനുമായി ഞങ്ങൾ എന്ത് ചെയ്യുന്നു പറയുന്നത്? രാവും പകലും വളരെ താല്പര്യത്തോടുകൂടി എന്ത് ചെയ്യുകയാണ്? പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. എന്തിനു വേണ്ടിയിട്ടാ? വിശ്വാസത്തിൽ നിങ്ങൾക്കുള്ള കുറവുകൾ എന്ത് ചെയ്യണം? തീർക്കണം. ഇതുപോലെ തന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, നമ്മൾ വിശ്വാസികൾ എന്ന് പേർ പറയുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല കാര്യങ്ങൾക്കും എന്തില്ല? വിശ്വാസമില്ല. വിശ്വാസമില്ലായ്മയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. നമ്മൾ പറയുമ്പോൾ വിശ്വാസികൾ എന്നൊക്കെ പറയും. നമ്മളെപ്പോലെ വിശ്വാസമുള്ളവർ ആരുണ്ടെന്നൊക്കെ നമുക്ക് തോന്നുന്ന രീതിയിലൊക്കെ പറയും. കാര്യത്തോട് എടുക്കുമ്പോഴാണ് എവിടെ വരെയുണ്ട് നമ്മുടെ വിശ്വാസമെന്ന് നമുക്ക് പറയുവാനായിട്ട് ഇടയായി തീരുന്നത്. കാരണം അതിന് ഉദാഹരണമായിട്ട് കർത്താവ് തന്നെ പറയുന്നുണ്ട്. തന്റെ ശിഷ്യന്മാരെ പലരെയും ശിഷ്യന്മാരുടെ ഒരു ചന്ദ്രരോഗം പിടിപെട്ട ഒരു പൈതലിന്റെ മുമ്പിൽ അവന്റെ പിതാവിന്റെ മുമ്പിൽ ശിഷ്യന്മാരെല്ലാവരും തലതാഴ്ത്തി നിൽക്കേണ്ട അവസ്ഥ വന്നു. ആ പിതാവ് ചെന്നിട്ട് കർത്താവിനോട് പറയുകയാണ്, കർത്താവേ, നിന്റെ ശിഷ്യന്മാരോട് ഞങ്ങളിത് പറഞ്ഞു, എന്നാൽ അവർക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല? അവർക്കതിനെ സൗഖ്യമാക്കുവാൻ കഴിഞ്ഞില്ല. കർത്താവിനോട് ചോദിക്കുകയാണ്, അവിശ്വാസവും വക്രതയുമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ നിങ്ങളെ എന്ത് ചെയ്യുന്ന സഹിക്കും എന്ന്
ചോദിക്കുകയാണ്. എന്തുകൊണ്ടാണ് ചോദിക്കേണ്ടി വന്നത്? ഹല്ലേലൂയ. ആമീൻ. അവരുടെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ പ്രവൃത്തി എന്ത് ചെയ്യുന്നില്ല, ഉണ്ടായില്ല. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഹല്ലേലൂയ, വിശ്വാസം എന്ന് കേവലമായ വാക്കുകളിൽ പറഞ്ഞാൽ പോരാ, അത് പ്രവൃത്തി പദത്തിലേക്ക് എന്ത് ചെയ്യണം, കൊണ്ടുവരുവാനായിട്ട് ഇടയായി തീരണം. ഹല്ലേലൂയ. നിന്റെ മേൽ പകർന്നിരിക്കുന്ന ദൈവിക അഭിഷേകം, ഹല്ലേലൂയ, നിന്റെ മേൽ പകർന്നിരിക്കുന്ന ആത്മാവിന്റെ വ്യാപാരം, ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന അധികാരങ്ങൾ, ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന കൃപാവരങ്ങൾ, ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന അവകാശങ്ങൾ, ഹല്ലേലൂയ, അതിനെ വേണ്ടും വണ്ണം ഉപയോഗിക്കുവാൻ കഴിയാതെ വണ്ണം, ഹല്ലേലൂയ, വിശ്വാസത്തിൽ മടുത്തിരിക്കുന്നവരായി, ഹല്ലേലൂയ, വിശ്വാസത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടവരായി ഇരിക്കുന്ന ദൈവജനത്തോട് ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നു, ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, വിശ്വാസത്തിൽ അവൻ സ്ഥിരതയുള്ളവനായിരുന്നുവെങ്കിൽ മാത്രമേ നീ ക്രിസ്തുവിൽ തികഞ്ഞനായി എന്ന് പറയുവാനായിട്ട് കഴിയുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ഹല്ലേലൂയ, എന്റെ അവിശ്വാസത്തെ എന്ത് ചെയ്യണം, മാറ്റിക്കളയണം. ഹല്ലേലൂയ. ശിഷ്യന്മാർ ദൈവത്തോട് കർത്താവിനോട് പറയുന്ന ഒരു വാക്കുണ്ടല്ലേ, ഞങ്ങളുടെ വിശ്വാസത്തെ എന്ത് ചെയ്യണം, വർദ്ധിപ്പിച്ചു തരണമേ. ഹല്ലേലൂയ. ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു തരണമേ. ഹല്ലേലൂയ. ആമീൻ. കർത്താവിനോട് കൂടെ നടന്ന്, ഹല്ലേലൂയ, ദൈവത്തിന്റെ പ്രവൃത്തികളെ കണ്ണുകളിൽ കണ്ട്, ഹല്ലേലൂയ, അത്ഭുതങ്ങളെ കൈകളിലെടുത്ത്, ഹല്ലേലൂയ, മറ്റുള്ളവർക്ക് കൊടുത്ത്, ഹല്ലേലൂയ, എല്ലാറ്റിലും സാക്ഷികളായി നിന്നവർ, ഹല്ലേലൂയ, ആമീൻ, വിശ്വാസത്തിൽ ക്ഷീണിച്ചു പോയി എങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, നമ്മുടെയും ജീവിതത്തിൽ പലവിധ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും പ്രതിബന്ധങ്ങളും കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ, ആമീൻ, വിശ്വാസം ഒരു വേള നമ്മിൽ നിന്ന് പോയി പോകുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ സാധ്യതയുണ്ട്. ഇന്ന് പകൽക്കാലം ഉണർന്ന് പ്രാർത്ഥിക്കുക. വിശ്വാസത്തിൽ തളർന്നു പോകാതെ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിലനിൽക്കുവാൻ, വിശ്വാസത്തിൽ ഉയരുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കേണ്ടതിനായിട്ട് ദൈവസന്നിധിയിൽ ശക്തമായി പ്രാർത്ഥിക്കുവാൻ കഴിയട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം പറയുകയാണ്, എന്ത് പറയുന്നു, ഹല്ലേലൂയ, വിശ്വാസത്തിൽ എന്ത് ചെയ്യണം, സ്ഥിരതയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. വിശ്വാസത്തിൽ സ്ഥിരത, അത് വലിയ പ്രാധാന്യം. ഹല്ലേലൂയ. ചില സമയത്ത് നമുക്ക് ചില തോന്നലുകൾ ഉണ്ടാകും. ഹല്ലേലൂയ. പെട്ടെന്ന് നമുക്കൊരു ആത്മീയമൊക്കെ എന്ത് ചെയ്യും, എവിടെ നിന്നൊക്കെ കയറി വരും. ഹല്ലേലൂയ. അപ്പൊ പിന്നെ നമ്മൾ ഭയങ്കര പ്രാർത്ഥന, ഹല്ലേലൂയ, ഭയങ്കര നമ്മൾ ക്യാൻസർ രോഗിക്ക് വേണ്ടി വേണമെങ്കിലും പോയി എന്ത് ചെയ്യും, പ്രാർത്ഥന, അതിലൊന്നും നമുക്ക് വരുന്നില്ല. ഹല്ലേലൂയ. അപ്പൊ ചില സമയത്ത് ഒരു പനി വന്നാൽ പോലും നമ്മൾ എന്ത് ചെയ്യും, മൂടിപ്പൊതച്ച് കിടക്കും, ഒന്നുമില്ല, കഥയില്ല എന്നുള്ളത്. ഹല്ലേലൂയ. അത് ചില തോന്നലുകൾ നമുക്ക്, ഹല്ലേലൂയ, ഇങ്ങനെ വികാരങ്ങളിൽ അകപ്പെട്ടതല്ല ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ. വൈകാരിക പ്രകടനമല്ല ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം ശക്തമായി പറയുന്നു, വിശ്വാസത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആമീൻ, സ്ഥിരതയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. ആമീൻ. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോടുള്ള നമ്മുടെ വിശ്വാസം, ദൈവത്തോടുള്ള നമ്മളുടെ ആമീൻ സ്നേഹം, അല്ലെങ്കിൽ ആ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്, ഹല്ലേലൂയ, എപ്പോഴെങ്കിലും തോന്നുന്ന ഒരു വൈകാരിക ബന്ധമല്ല, മറിച്ച് അത് സ്ഥിരതയുള്ളതും അത് സ്ഥിരമായി നിലനിൽക്കേണ്ടതുമാണെന്ന് ഇന്ന് പകൽക്കാലം നാം മറന്നു പോകരുത്. ഹല്ലേലൂയ. അപ്പോൾ എപ്പോഴെങ്കിലും തോന്നിയിട്ട്, ഹല്ലേലൂയ, ആമീൻ, കയറി വരുന്ന ഒരു സംഭവമല്ല വിശ്വാസം എന്ന് പറയുന്നത്. അതിൽ നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം, സ്ഥിരതയുള്ളവരായിരിക്കണം. ഇന്ന് പകൽക്കാലം അങ്ങനെയെങ്കിൽ, ഹല്ലേലൂയ, ആമീൻ, ക്രിസ്തുവിൽ തികഞ്ഞവരായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നിൽക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ക്രിസ്തുവിൽ തികഞ്ഞവർ നമ്മുടെ ജീവിതത്തിൽ, ആമീൻ, നല്ല പ്രവൃത്തികളെ ആരംഭിച്ചവന്റെ, ആമീൻ, ആ നല്ല പ്രവൃത്തികൾ നമ്മൾ, ആമീൻ, തുടർന്നുകൊണ്ടേ ഇരുന്നാൽ നമ്മൾ ക്രിസ്തുവിൽ എന്ത് ചെയ്യും, തികഞ്ഞവരായി നിൽക്കുവാനിടയായി തീരും. ആമീൻ. വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി നാം നിലനിന്നാൽ നാം ക്രിസ്തുവിൽ തികഞ്ഞവരായി നിൽക്കുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. ആമീൻ. അടുത്തതായിട്ട്, ഹല്ലേലൂയ, 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 2 കൊരിന്ത്യർ ലേഖനം, ആമീൻ, 9-ാം അധ്യായത്തിന്റെ 12-9. ഹല്ലേലൂയ. ഈ വേദഭാഗം നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ പറയുകയാണ്, ഒന്നുകൂടെ വായിച്ചേ. എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ എന്ത് ചെയ്യും, തികഞ്ഞു വരുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, ഹല്ലേലൂയ, ദൈവത്തിന്റെ കൃപയ്ക്കായി നമ്മൾ എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായിത്തീരണം. ഹല്ലേലൂയ. ദൈവ കൃപ നമ്മൾ എന്ത് ചെയ്യണം,
വ്യാപരിക്കുവാനായിട്ട് ഇടയായി തീരണം. ഹല്ലേലൂയ. ആമീൻ. അതിന്റെ പശ്ചാത്തലം നമുക്കറിയാം. ഹല്ലേലൂയ. ആമീൻ. പൗലോസ് അപ്പോസ്തലൻ നിരന്തരമായി പലവട്ടം പ്രാർത്ഥിച്ച ഒരു വിഷയത്തിന് ദൈവം കൊടുത്ത മറുപടിയാണ് പറഞ്ഞത്, എന്റെ കൃപ നിനക്ക് മതി. ഹല്ലേലൂയ. ആമീൻ. ഹല്ലേലൂയ. നിന്റെ ശരീരത്തിലുള്ള രോഗം മാറണമെന്ന് നീ ഒരു പക്ഷേ പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിലുള്ള കഷ്ടത മാറണം, അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിലുള്ള പ്രതിസന്ധി മാറണമെന്ന് ഒരു പക്ഷേ നിരന്തരമായി നീ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നിട്ടും മറുപടി ലഭിക്കുന്നില്ല എങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. ആമീൻ. പൗലോസിന്റെ മേൽ വ്യാപരിച്ച ആ ദൈവത്തിന്റെ വലിയ കൃപ എൻ്റെ മേലും വ്യാപരിക്കണമെന്ന് ദൈവസന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി തീരണം. ഹല്ലേലൂയ. അത് എങ്ങനെയുള്ളതാണ് പറയുന്നത്? നിന്റെ ബലഹീനതയിൽ ആമീൻ തികഞ്ഞു വരുന്ന ആമീൻ ദൈവകൃപയ്ക്കായി നീ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി തീരണം. ഹല്ലേലൂയ. ആമീൻ. നമ്മുടെ ജീവിതത്തിൽ ബലഹീനതകളുണ്ടെന്ന്, നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടെന്ന്, ആമീൻ രോഗങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, ആമീൻ കഷ്ടതയുടെ ആമീൻ പലവിധമായ ആമീൻ രീതികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകൽക്കാലം ആമീൻ ദൈവത്തിന്റെ വചനം നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നത്, ഹല്ലേലൂയ, നീ ദൈവത്തിന്റെ കൃപയ്ക്കായി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ആമീൻ. നിന്റെ രോഗം മാറുവാൻ, നിന്റെ ക്ഷീണം മാറുവാൻ, നിന്റെ പ്രതികൂലം മാറുവാൻ, നിന്റെ കഷ്ടത മാറുവാൻ, നിന്റെ കുടുംബത്തിന്റെ ബന്ധനം മാറുവാൻ, നിന്റെ കുടുംബത്തിന്റെ പ്രതിസന്ധി മാറുവാൻ, ആമീൻ കടഭാരം മാറുവാൻ, ആമീൻ നാളുകളായി നീ പ്രാർത്ഥിച്ചിട്ടും ആമീൻ നിനക്കൊരു മറുപടി ലഭിക്കുന്നില്ല എങ്കിൽ ഇന്ന് പകൽക്കാലം ആമീൻ ദൈവസന്നിധി ശക്തമായി പ്രാർത്ഥിക്ക്. ആമീൻ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തിക്ക് വേണ്ടി അത് നിന്റെ മേൽ പകരപ്പെട്ടാൽ, ഹല്ലേലൂയ, ആമീൻ അത് നിന്റെ മേൽ വ്യാപരിച്ചാൽ, ഹല്ലേലൂയ, നിന്റെ സകല പ്രയാസങ്ങൾക്കോ ആമീൻ സകല പ്രതികൂലങ്ങൾക്കോ ദൈവം അതൊരു പരിഹാരമായി നിന്റെ മേൽ പകരുവാനിടയായി തീരും. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപയ്ക്കായി നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥന. ദൈവ കൃപയിൽ നാം അങ്ങനെയുള്ളവരായിരിക്കണം, തികഞ്ഞവരായിരിക്കണമെന്ന് ദൈവത്തിന്റെ വചനം വളരെ ശക്തമായി ഇന്ന് പോകാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. വേഗത്തിൽ 2 കൊരിന്ത്യർ ലേഖനം 7-ാം അധ്യായം അതിന്റെ ആമീൻ 1-ാമത്തെ വാക്യം കൂടി ഒന്ന് വായിക്കാം. ഹല്ലേലൂയ. ആമീൻ. ദൈവത്തിന്റെ വചനം പറയുന്നു, വിശുദ്ധിയിൽ നിങ്ങൾ എങ്ങനെയുള്ളവരായിരിക്കണം? തികവുള്ളവരെ. ഒന്നുകൂടെ ആ വാക്യം നിർത്തി വായിക്കാൻ വേണ്ടി. ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി ആമീൻ നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവ ഭയത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? വിശുദ്ധിയെ തികച്ചുകൊള്ളുവാനിടയായി തീരണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം, നമ്മുടെ നടപ്പിലും നമ്മുടെ പ്രവൃത്തിയിലും, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കണമെന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി നമ്മൾ ആമീൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ആമീൻ ക്ലിയറായി പറയുന്നു. ഹല്ലേലൂയ. ആമീൻ നമ്മുടെ ജഡത്തിലെയും ആത്മാവിലെയും ആമീൻ സകല കൺവെൻഷനുകളെയും എന്ത് ചെയ്യണം? നീക്കുവാനിടയായി തീരണം. ഹല്ലേലൂയ. ആമീൻ. അതിനോട് ഒരു രീതിയിലും എന്ത് ചെയ്യരുത്? കോംപ്രമൈസ് ചെയ്യരുത്. ഹല്ലേലൂയ. പലപ്പോഴും ഹല്ലേലൂയ ആമീൻ ശരീരത്തിന്റെ ബലഹീനത അല്ലെങ്കിൽ ജീവിതത്തിന്റെ വീഴ്ച എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളോട് കോംപ്രമൈസ് ചെയ്യുന്ന അനുഭവങ്ങൾ നമുക്കുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകൽക്കാലം പാപത്തോട് ആമീൻ ഹല്ലേലൂയ ദൈവത്തോട് ദൈവത്തിൽ നമ്മളെ അകറ്റുന്ന ഒന്നിനോട് നമ്മൾ എന്ത് ചെയ്യരുത്? ഒരു കോംപ്രമൈസ് ചെയ്യരുത്. ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നു. ഹല്ലേലൂയ. ആമീൻ വിശുദ്ധിയിൽ ആമീൻ തികവുള്ളവനായിരിക്കണം. ഹല്ലേലൂയ. വിശുദ്ധിയിൽ തികവുള്ളവനായെങ്കിൽ മാത്രമേ ഹല്ലേലൂയ ആമീൻ ക്രിസ്തുവിൽ തികഞ്ഞവനായി എത്തിയാൻ കഴിയുള്ളൂ, നിൽക്കുവാനായിട്ട് കഴിയുള്ളൂ. ഹല്ലേലൂയ. ആമീൻ തോന്നും വണ്ണം ജീവിച്ച് ആമീൻ തോന്നും വണ്ണം പെരുമാറി ആമീൻ തോന്നും വണ്ണം പോയിട്ട് ഹല്ലേലൂയ ഞാൻ ക്രിസ്തുവിനുള്ളവനാണ് എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ അത് വെറും വാക്കായി മാത്രം എന്ത് ചെയ്യും? മാറുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. ആമീൻ നീ ക്രിസ്തുവിൽ തികഞ്ഞവനായി, ദൈവത്തിന് പ്രയോജനമുള്ളവനായി, ദൈവത്തിന്റെ കയ്യാൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു നല്ല പാത്രമായി നീ മാറണമെങ്കിൽ ഹല്ലേലൂയ ആമീൻ നിന്റെ ജീവിതത്തിന്റെ വിശുദ്ധിയെ കാത്തു സൂക്ഷിച്ച് അതിനുവേണ്ടി എന്ത് ചെയ്യണം? വില കൊടുക്കുവാനിടയായി തീരണം. അങ്ങനെയുള്ളവർ മാത്രമേ ആമീൻ ദൈവസന്നിധിയിൽ തികഞ്ഞവനായി എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? നിൽക്കുവാനായിട്ട് കഴിയുള്ളൂ. ഹല്ലേലൂയ. എന്റെ പോൽക്കാലം ഞാൻ പറഞ്ഞു വന്നത് ഹല്ലേലൂയ ആമീൻ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതും ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും ഹല്ലേലൂയ എത്രത്തോളം ക്രിസ്തുവിന്റെ തലയോളം നമ്മൾ വളർന്നുകൊണ്ട് ആമീൻ ക്രിസ്തുവിൽ തികഞ്ഞവരായി നിൽക്കുവാനായിട്ട് ആമീൻ നമ്മളെ തന്നെ എന്ത് ചെയ്യണം? പൂർണ്ണമായ ദൈവമുമ്പാകെ സമർപ്പിക്കുവാനായിട്ട് ഇടയായി തീരണം. ഹല്ലേലൂയ. അങ്ങനെ സമർപ്പിക്കുമ്പോൾ ഹല്ലേലൂയ ആമീൻ ദൈവത്തിന്റെ വചനം പറയുന്നു സൽപ്രവൃത്തികൾ നമ്മൾ എന്ത് ചെയ്യണം? സ്ഥിരതയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. അതിൽ സ്ഥിരതയുള്ളവരുമായിരിക്കണം, അതില്
തികഞ്ഞവരുമായിരിക്കണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തും. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ കൃപയ്ക്ക് ആമേൻ ദൈവ കൃപയാൽ നമ്മൾ എന്ത് ചെയ്യണം? തികവുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുന്നു, വിശ്വാസത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? തികവുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. ഒരിക്കലും അവിശ്വാസിയായി മാറാതെ വിശ്വാസത്തിൽ തികവുള്ളവരായി നിൽക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ വചനം പറയാം. ഹല്ലേലൂയ. ഇനിയുള്ള ഭാഗങ്ങളിലേക്ക് പറയുമ്പോൾ ഹല്ലേലൂയ, യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം വായിക്കണ്ട. ഹല്ലേലൂയ. അവിടെ പറയുന്നത് ആമേൻ സ്നേഹത്തിന്റെ തികവ് നമ്മൾ എന്ത് ചെയ്യണം? ഉണ്ടാകണം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ആ സ്നേഹത്തിന്റെ ഒരു ഐക്യതയുടെ ആത്മാവ് നമ്മുടെ മേൽ എന്ത് ചെയ്യണം? പകരപ്പെടുവാനായിട്ട് തീരണം. ഹല്ലേലൂയ. അത് എല്ലാ നിലകളിലും നമ്മൾ എന്ത് ചെയ്യുന്നതാ? ഉയർത്തുകയും അതെല്ലാ നിലകളിലും ആമേൻ ക്രിസ്തു എന്ന തലയോളം ക്രിസ്തുവിലുള്ള തികവിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതുമാണ് എന്ന് ഇന്ന് പോൽക്കാലം നാം മറന്നു പോകരുത്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നത് ഹല്ലേലൂയ, നമ്മൾ എങ്ങനെയെങ്കിലും ഈ ഭാഗത്ത് വന്ന് ആമേൻ എങ്ങനെയെങ്കിലും ഇവിടെ ജീവിച്ച് എങ്ങനെയെങ്കിലും കഴിഞ്ഞു പോകേണ്ടവരായിട്ടല്ല. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ ഹിതമെന്തെന്ന് തിരിച്ചറിഞ്ഞ് ആമേൻ ദൈവത്തിന്റെ ഇഷ്ടമെന്തെന്ന് തിരിച്ചറിഞ്ഞ് ദൈവം ആഗ്രഹിക്കുന്ന നിലയിലേക്ക് ദൈവം എന്താണോ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതിലേക്ക് നമ്മുടെ ജീവിതത്തെ ഉയർത്തിക്കൊണ്ടുവരണമെങ്കിൽ തിരുവചനം പറയുന്നു ആമേൻ സൽപ്രവൃത്തികളിൽ ആമേൻ സ്ഥിരതയുള്ളവനും ആമേൻ പൂർണ്ണതയുള്ളവനും ആമേൻ തികവുള്ളവനുമായി നിൽക്കണമെന്ന് ദൈവത്തിന്റെ വചനം ശക്തമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവവചനം പറയുകയാണ്, വിശ്വാസത്തിൽ നീ സ്ഥിരതയുള്ളവനായിരിക്കണം. ആമേൻ. അവിശ്വാസത്തിന്റെ കണികൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരാതെ വേണം ദൈവം നിന്നെ സൂക്ഷിക്കേണ്ടതിനായിട്ട് വിശ്വാസത്തിൽ നല്ല ഉറപ്പും ധൈര്യമുള്ളവനായിട്ട് എന്ത് ചെയ്യണം? നിൽക്കുവാനായിട്ട് ഇടയായിത്തീരണം. ഇത് പകൽക്കാലം ഹല്ലേലൂയ അങ്ങനെ ഒരു നല്ല ക്രിസ്ത്യൻ ജീവിതത്തിന്റെ ഉടമയും മാതൃകയുള്ളവരായി മാറുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കേണ്ടതിനായിട്ട് കണ്ണുകൾ അടയ്ക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ഇന്ന് പകൽക്കാലം ദൈവം